GST റിട്ടേണിൽ ഫയൽ ചെയ്യുന്ന സമയത്ത് തെറ്റ് പറ്റിയാൽ ഒരിക്കലും ആ റിട്ടേൺ റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം അമെൻമെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു മാസം നമ്മൾ ചെയ്തതിൽ തെറ്റ് പറ്റിയാൽ അതിൻ്റെ അടുത്ത മാസം അത് അമെൻഡ് ചെയ്യാൻ, അടുത്ത മാസത്തെ റിട്ടേണിലൂടെ അത് അമെൻഡ് ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ അത് ഫയൽ ചെയ്ത മാസത്തെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. ഇങ്ങനെ ചെയ്യാനുള്ള സമയം നമുക്ക് ആ ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് അടുത്ത സെപ്റ്റംബർ വരെ അതിന് സമയം കിട്ടും. അതായത് GSTയുടെ ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് വരെയും അതിൻ്റെ ഒരു ഡ്യൂ ഡേറ്റ് സെപ്റ്റംബർ മാസമാണ് അതിൻ്റെ ഡ്യൂ ഡേറ്റ്. അതുവരെ നമുക്ക് ഇതുമായിട്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അമെൻഡ് ചെയ്ത് ശരിയാക്കാൻ കഴിയും. GST രജിസ്ട്രേഷൻ എടുത്തിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാണ്ടിരുന്നാൽ അല്ലെങ്കിൽ വീഴ്ച വരുത്തിയാൽ റെഗുലർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റും ഫൈനും എല്ലാം വരും. ടാക്സ് അടിക്കാൻ ബാധ്യതയുള്ള ആൾക്കാരാണെങ്കിൽ ഇൻട്രസ്റ്റ് വരും. അല്ല ടേൺ ഓവർ ഒന്നുമില്ല, നിൽ റിട്ടേൺ ഫയൽ ചെയ്യാനാണ് വീഴ്ച വരുത്തിയെങ്കിൽ അതിന് ലേറ്റ് ഫീ എന്ന സംവിധാനം വരും. ഇനി വീണ്ടും റിട്ടേൺ ഫയൽ ചെയ്യാണ്ട് അവർ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ രജിസ്ട്രേഷൻ ഗവൺമെൻറ് ക്യാൻസൽ ചെയ്യും. റിട്ടേൺ ഫയൽ ചെയ്യാൻ വൈകുമ്പോഴുള്ള ലേറ്റ് ഫീ CGST 25, SGST 25 ആ രീതിയിലാണ് വരിക. മാക്സിമം 10,000 രൂപയാണ് ലിമിറ്റ്. 10,000 വരെ മാക്സിമം വരും. ഇത് GST രജിസ്ട്രേഷൻ എടുക്കാൻ പാൻ കാർഡ്, ആധാർ കാർഡ്, റെൻ്റ് എഗ്രിമെൻറ്റ്, വാടക ബിൽഡിംഗ് ആണെങ്കിൽ റെൻ്റ് എഗ്രിമെൻറ്റ്, ബിൽഡിങ്ങിന് ടാക്സ് അടച്ച റെസിപ്റ്റിൻ്റെ കോപ്പി, ഓൺ ബിൽഡിംഗ് ആണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സിൻ്റെ കോപ്പി, ബാങ്ക് അക്കൗണ്ട് വേണം, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി ലൈസൻസ്, ഒരു ഫോട്ടോ, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു GST ആപ്ലിക്കേഷൻ കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഫീസുകളൊന്നും സെക്യൂരിറ്റി എമൗണ്ടോ ഇതിന് അടക്കേണ്ട ആവശ്യമില്ല. വർഷത്തിലേറെയായി ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നു. 2004 തുടങ്ങിയതാണ്. ഇത് ഞങ്ങൾ അക്കൗണ്ട്സ് വർക്ക്, GST റിട്ടേൺ ഫയലിങ്, ഇൻകം ടാക്സിൻ്റെ വർക്ക്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു.